അപ്പൊ എത്ര നാളായില്ലേ കണ്ടിട്ട്. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ യൂട്യൂബിന്റെ പരിപാടികള്. അപ്പൊ ഇതെന്താണ് ഈ മിഷൻ? മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ കൊട്ടടയ്ക്കുക, പൊളിക്കുക, അടയ്ക്കുക, ഉണങ്ങിയ ഡ്രൈ അടയ്ക്കുക, പൊളിക്കുക എന്നുള്ള സംവിധാനമാണ് ഈ മിഷനിൽ. ഇങ്ങനെ 1-2 മിഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ ഈ മിഷനിൽ നമ്മള് പാകമായ ഉണക്കമായ അടയ്ക്കുക, ഡ്രൈ ആയിട്ടുള്ള അടയ്ക്കുക നമ്മള് എടുക്കുന്നതിന് മുന്നേ, അതായത് വിൽക്കുന്നതിന് മുന്നേ പൊളിക്കുക. സാധാരണ എല്ലാ ആൾക്കാരും മാനുവലായിട്ടുള്ളൂ, ആൾക്കാർ കത്തി കൊണ്ടാണ് പൊളിക്കുക. 1 കിലോ ഒരുപാട് നേരം വേണത്. ഒരുപാട് നേരം വേണം. 1 കിലോ പൊളിക്കണമെങ്കിൽ കുറെ നേരം വേണം. പക്ഷെ ഇതിലിട്ട് ഈ മിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നിസ്സാര നേരം കൊണ്ട് ടൺ കണക്കിന് സാധനം പൊളിച്ചെടുക്കാം. 1 മണിക്കൂറിൽ നമുക്ക് 200 കിലോ പൊളിക്കാം. 1 മണിക്കൂറിൽ 200 കിലോ പൊളിക്കാം. 200 കിലോ ഭയങ്കര സംഭവമുള്ള അടിപൊളി പരിപാടിയുള്ള. നമുക്കൊരു കാര്യം ചെയ്താലോ, ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്. അപ്പൊ കുറച്ച് അടക്കിയിട്ടിട്ട് ഒന്ന് പൊളിച്ചു നോക്കിയാൽ വിവരം അറിയാലോ. സുഹൃത്തുക്കളെ, ഇതാണ് ഉണങ്ങിയ അടക്കാട്ടാ. ഇതാണ് സംഭവം. ഇപ്പം ഞങ്ങൾ ശരിയാക്കി തരാം. ഒന്ന് ഓണാക്കി. ഇത് ഈ ഉണങ്ങി അടയ്ക്കാൻ നമ്മൾ ഈ മിഷനിലേക്ക് ഇട്ട് കഴിയുമ്പോഴേ ഈ ബെൽറ്റ് വഴി കണ്ടെയ്നർ വഴി നമ്മൾ കയറി പോയി ഈ സൈഡില് ഇത് 3ആയിട്ട് തിരിയും. ഇവിടെ സെന്ററിൽ നമ്മൾ കാണാം, നോക്കുമ്പോൾ കാണാം ഇത് വലിയ അടയ്ക്ക, നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല അടയ്ക്ക വരും. ഇതില് ഓൾറെഡി ഈ മുഷിഞ്ഞ അടയ്ക്ക, അതായത് ഈ കേടായത് കേടുവരും. ഇതിൽ തീരെ കേടായ അടയ്ക്ക പൊട്ടിപ്പൊളിഞ്ഞു വരും. അങ്ങനെ 3ആയിട്ട് തരം തിരിച്ച് വരും. ആയിക്കോട്ടെ. എന്തായാലും സുഹൃത്തുക്കളെ, ഇത് വളരെ രസമായിട്ട് തോന്നണ്. നിങ്ങള് ഇതൊന്ന് ഓണാക്കി സംഭവം റെഡിയാക്കി നോക്കി. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ, ഇത് വലിയൊരു സംഭവമാണ്. ഈ കൊട്ടയിൽ വന്ന് വീണ് കിടക്കണത് ഉണക്കാവാണ്ട് പൊളിയാണ്ട് കിടക്കണ കുറച്ച് അടയ്ക്ക. ഇത് ഫസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ല അടയ്ക്ക. ഇത് സെക്കൻഡ് ക്വാളിറ്റി. ചെറുതൊക്കെ കേടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമാണിത്. ഇതെന്താ പരിപാടി? ഇത് നമ്മള് സാധാരണ ഇതിനെ പോളിഷർ എന്നാണ് പറയാം. പോളിഷർ, അതായത് കൊട്ടടയ്ക്ക് നമ്മൾ പോളിഷ് ചെയ്യുന്ന സാധനം. അതായത് ഇപ്പൊ നമ്മള് മെഷീനിൽ പൊളിച്ചു കഴിയുമ്പോ ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇപ്പൊ ചെറുതായിട്ട് ഈ ചെറുതായിട്ടൊരു ഞാര് അങ്ങനത്തെ ഉണ്ടാവും ചെറുതായിട്ട്. അപ്പൊ നമ്മളത് ഈ മെഷീനിൽ അത്
കണ്ട എന്ത് രസമായിരിക്കണം നോക്കിയാൽ വേണ്ട ഫിനിഷിങ് കഴിഞ്ഞു. അപ്പൊ ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടക്കണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാനാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നത്. സുഹൃത്തുക്കളെ, അടുത്ത ഞങ്ങളുടെ കളിയാണത് ഈ സംഭവം വരിക. ഇതെന്താണ് ഈ മിഷൻ കൊണ്ട് എന്താണ് നിങ്ങള്? നമ്മൾ നേരത്തെ കണ്ടില്ലേ ഡ്രൈ അടയ്ക്ക, ഉണങ്ങി അടയ്ക്ക. അപ്പൊ നമ്മൾക്ക് മുന്നേ എനിക്ക് കുറച്ച് സ്ഥലമൊക്കെ പാരമ്പര്യമായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മാനുവലായിട്ടാണ് പച്ച പങ്ങി പൊളിച്ചിരുന്നത്. ആളുകളെ കൊണ്ട് കിലോ കൂലി 25 രൂപ കൊടുത്ത് അവർക്ക് കഞ്ഞിയും ഉച്ചക്കലത്തെ ചോറൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവർ നമുക്ക് 25 രൂപയ്ക്ക് പൊളിച്ചു തന്നിരുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പച്ച പങ്ങ എങ്ങനെ പൊളിക്കാം, ഈ മെഷീൻ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിവേഗത്തിൽ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് കർണാടക ബാംഗ്ലൂർ ആ സൈഡിൽ ഇങ്ങനെ ഒരു മിഷൻ ഇറക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇത് വാങ്ങിച്ചു. ഇതിലിപ്പോൾ നമുക്കുള്ള പ്രത്യേകത പോളിമീൻ ഇരിക്കണേ, ട്രാക്ടറിന്റെ ടയറിന്റെ പോളിമീൻ ഇരിക്കും. അപ്പൊ നമ്മൾ എത്രയും കൂടുതലുള്ള പങ്ങിയ, ഇപ്പൊ കൂടുതൽ തോട്ടങ്ങളിൽ പങ്ങി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വെഹിക്കിളിന്റെ സഹായത്തിൽ ഈ സാധനം ഫിറ്റ് ചെയ്ത് അവിടെ ആ തോട്ടത്തിൽ പോയി പൊളിക്കും. അതായത് ഇങ്ങനെ കെട്ടി വലിക്കുക, ട്രാക്ടറിന്റെ പോലെ വലിച്ച് കൊണ്ടുപോയി. പിന്നെ ഇത് ഏത് പറമ്പിൽ ചെന്നാലും ജനറേറ്ററിൽ വർക്ക് ചെയ്യും. അതിന് അവിടെ പ്രത്യേകിച്ച് പവർ വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോ കറണ്ട് പോയാലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഇവിടെയാണ് നമ്മളിപ്പോ അവിടെ ഇത് 1 മണിക്കൂറിൽ 600 കിലോ നമുക്ക് ഇതിൽ പൊളിക്കാം. 600 കിലോ പച്ച പങ്ങി പൊളിക്കാം. എവിടെ വേണമെങ്കിലും നിങ്ങൾ പോയി കൂടുതലുണ്ടെങ്കിൽ 2 കിലോ 3 കിലോ ഒക്കെ ഉണ്ടായാൽ നമുക്ക് പറ്റില്ല. കൂടുതലുള്ളടത്ത് എവിടെ വേണമെങ്കിലും വന്ന് നിങ്ങളിത് പൊളിച്ചു കൊടുക്കും. അതുപോലെ തന്നെ കൊട്ടടക്കേറെ കേസായാലും നിങ്ങൾ എവിടെ കൂടുതലുണ്ടോ അവിടെ പോയി നിങ്ങൾ പൊളിച്ച് കണ്ടീഷനാക്കി പോളിഷ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 1 കിലോ പങ്ങ പൊളിച്ചത് കിട്ടുമ്പോൾ അതിന് എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങണേ? അതായത് 1 കിലോ പങ്ങിയ നമ്മൾ പൊളിച്ച് പോളിഷർ ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് വിപണനത്തിന് പാകമാക്കി കൊടുക്കുമ്പോൾ നമ്മൾ പൈസ നമ്മൾ 25 രൂപയാണ് 1 കിലോന് നമ്മൾ പങ്ങിയ. കൊട്ടടയ്ക്കും പങ്ങിയ ഒരു റേറ്റ് തന്നെയാണ്. ഇതിലുള്ള മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പങ്ങി ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറമ്പിൽ പോയി ആ പറമ്പിൽ മെഷീൻ കൊണ്ടുപോയി നമ്മുടെ തൊഴിലാളികൾ ആ മെഷീനിൽ പ്രവർത്തിച്ച് അത് റെഡിയാക്കി കൊടുക്കും. അത് 150 കിലോയിലും മേലെ ഉണ്ടെങ്കിൽ, മിനിമം 150 കിലോയിലും മേലെ ഉണ്ടെങ്കിൽ 10 കിലോമീറ്റർ അങ്ങനെ ചുറ്റളവാണെന്നുണ്ടെങ്കിൽ, അത് 10 കിലോമീറ്ററിന് കൂടുതലാണെങ്കിൽ കിലോമീറ്റർ കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടണം. അതിലുള്ള വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മള് കുറച്ചുള്ളൂ 10 കിലോ ഉള്ളോ 15 കിലോ ഉള്ളോ എന്നുണ്ടെങ്കിൽ ലൈനിൽ വണ്ടി വരും. വണ്ടി വന്ന് നമ്മൾ കളക്ട് ചെയ്ത് സാധനം കൊണ്ട് വന്ന് ബൈക്കുമ്പോഴോ അല്ലെങ്കിൽ ജീപ്പിലോ അല്ലെങ്കിൽ മറ്റേ ഗുഡ്സ് വെഹിക്കിളിലോ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ ഇത് പൊളിച്ചു കൊണ്ടു കൊടുക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എവിടെ കൊടുക്കുന്ന വില, അതായത് ഇപ്പൊ ഒരു മലഞ്ചരക്ക് കടയിൽ കൊടുക്കുന്ന വിലക്ക് തന്നെ നമ്മൾ ഈ സാധനം വാങ്ങിക്കും. തൊണ്ടോടുകൂടി വാങ്ങിക്കും. തൊണ്ട് കളഞ്ഞതിന് ശേഷം ഒരു മലഞ്ചരക്ക് കടയിൽ എത്രയാണ് അന്നത്തെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില നമ്മൾ ഇവിടെ തരും. അപ്പൊ അതില് കർഷകനുള്ള മെച്ചം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി വിളിച്ച് കൊണ്ടുവരണ്ട, വണ്ടി വിളിച്ച് കൊണ്ടുപോകണ്ട, അവർക്ക് ആ സമയം മെനക്കെടുത്ത് നിൽക്കണ്ട, കഞ്ഞി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഇപ്പൊ ഇന്നത്തെ വില എത്രയാണ്? 400 രൂപയാണ് അല്ലെങ്കിൽ 500 രൂപയാണെങ്കിൽ ആ 400 രൂപ അപ്പൊ റെഡി ക്യാഷ് വാങ്ങിക്കുന്നു. അവർക്ക് തൂക്കം കണ്ട് ഇവിടെ തന്നെ നമ്മള് തൂക്കം പിടിച്ച് ആ സാധനം നമ്മൾ എടുത്ത് സൗത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ചെല്ലും. ഇപ്പൊ നമ്മളിപ്പോ ഈ ഇതിനുള്ള വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കർണാടക തമിഴ്നാട് ആ സൈഡിലൊക്കെ നമ്മള് തോട്ടങ്ങൾ എടുത്തിട്ടുണ്ട്. തോട്ടങ്ങള് 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് അങ്ങനെ കരാറടിസ്ഥാനത്തിൽ നമ്മൾ ഈ അടയ്ക്ക മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഇത്, അതായത് ഇപ്പൊ കേരളത്തിൽ എവിടെയായാലും ഒരു തോട്ടം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളത് പോയി വാങ്ങിക്കും.
വാങ്ങിച്ച കർഷകന് മികച്ച വില കൊടുത്ത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിക്കാനുള്ള ചിലവുകൾ അങ്ങനെയൊക്കെ കുറച്ചല്ലേ വരുന്നുള്ളൂ, ലഘുവായിട്ടല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് കർഷകന് ഉപകാരമാണ്. 10 രൂപ കൂടുതൽ കിട്ടും നമ്മൾ തോട്ടങ്ങളിൽ ചെന്ന്. പിന്നെ ഏതെങ്കിലും കർഷകർക്ക് ഇത് അടയ്ക്കാൻ മരം കവുങ്ങ് കയറാനുള്ള തൊഴിലാളികൾ വേണമെങ്കിൽ നമ്മൾ കൊടുക്കും, പറക്കാനുള്ള തൊഴിലാളികളെ കൊടുക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ കാർഷിക സംബന്ധമായിട്ടുള്ള പരിപാടികൾക്ക്, അതായത് വാഴയ്ക്ക് വേണ്ട പണിക്കാർ, അതല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം തിരിക്കാനുള്ള പണിക്കാർ, അതല്ലെങ്കിൽ തെങ്ങ് കയറാനുള്ള, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതോടൊപ്പം തന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പൂട്ടിക്കിടക്കുന്ന വീട് ഫുൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് മെഷീനറി ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. കിണറുകൾ എടുപ്പാക്കി കൊടുക്കും, പറമ്പ് ക്ലീൻ ആക്കി കൊടുക്കും. അങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനോടൊപ്പം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം എൻ്റെ സുഹൃത്തുക്കളെ, വളരെ രസകരമായ വലിയൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇനി എന്ത് വേണം, പൂട്ടിക്കിടക്കുന്ന വീടുകൾ വൃത്തിയാക്കി കൊടുക്കും. കിണറിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെളി കോരി തരേ, അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കവുങ്ങും തെങ്ങും ആർക്കെങ്കിലും അത് വിൽക്കാൻ പറ്റായോ, അത് കച്ചവടമായി നിൽക്കണമെങ്കിൽ ഈ സുഹൃത്ത് വന്ന് അത് മേടിക്കും, അതിൻ്റേതായ കാശ് തരും, കാര്യങ്ങൾ തരും, ഒക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ബന്ധപ്പെടാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞേ. 9444635396. അപ്പം സുഹൃത്തുക്കളെ, ഇത് വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നത്. കർഷകർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്, വലിയൊരു സഹായിയാണ് ഇദ്ദേഹം. നിങ്ങളെല്ലാവരും വിളിക്കുക. നമ്പർ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ. 9444635396. നമ്മളിതിലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കൊട്ടടയ്ക്ക് ഇപ്പോൾ ആൻഡ്രോൺ നിന്നപ്പോൾ കണ്ടില്ലേ, അത് 10 കിലോ ആണ് നമ്മൾ ഇട്ടത്. 10 കിലോ നമുക്ക് ഏകദേശം 1 മിനിറ്റ് കൊണ്ട് നമ്മൾ 3ആയിട്ട് തിരിച്ച് അത് പോളിഷ് ചെയ്ത് 3-4 മിനിറ്റ് കൊണ്ട് അതിൻ്റെ